ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇലക്ട്രോണിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ 5-ാമത്തെ അധ്യായമായ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ പ്രധാന ടോപ്പിക്കുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയാലും, അത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആയാലും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനോ അനലോഗ് കമ്മ്യൂണിക്കേഷനോ ഏത് കമ്മ്യൂണിക്കേഷനും ആയിക്കോട്ടെ, ഏതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെയും അടിസ്ഥാന ഘടകങ്ങൾ എന്താണെന്നാണ് ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന ടോപ്പിക്കിൽ നമ്മൾ കാണുക. അടുത്തത് റേഡിയോ വേവ്സ് ആണ്. ഫ്രീക്വൻസിക്ക് അനുസൃതമായി റേഡിയോ വേവ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ആ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന വിവിധ ഫ്രീക്വൻസി റേഞ്ചുകൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ എന്നിവയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ കാണുക. അടുത്തതായി കാണുന്നത് വേവ് ലെങ്തിനനുസൃതമായി റേഡിയോ വേവ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ലോങ്, മീഡിയം ആൻഡ് ഷോർട്ട് വേവ്സ്. നെക്സ്റ്റ് വൺ ഈസ് പ്രൊപ്പഗേഷൻ ഓഫ് റേഡിയോ വേവ്സ്. ഒരു ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് റേഡിയോ വേവ്സ് എങ്ങനെ എത്തിച്ചേരുന്നു, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അതാണ് ഈ ടോപ്പിക്കിൽ പറയുക. അതിൻ്റെ വിവിധ രീതികൾ, ഗ്രൗണ്ട് വേവ്സും സ്കൈ വേവ്സും. അടുത്തത് ഒരു അയണോസ്ഫിയറിക് കമ്മ്യൂണിക്കേഷനിൽ പ്രധാന റോൾ വഹിക്കുന്ന അയണോസ്ഫിയറിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ കാണുക കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ചില ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി, മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി ആൻഡ് സ്കിപ്പ് ഡിസ്റ്റൻസ്. ഇതിൽ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യ 3 ടോപ്പിക്കുകളായ ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, റേഡിയോ വേവ്സ്, ലോങ്, മീഡിയം ആൻഡ് ഷോർട്ട് വേവ്സ് എന്നീ 3 ടോപ്പിക്കുകളാണ് ചർച്ച ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെല്ലാവരും ആശയവിനിമയം നടത്തുന്നതിന് ആഗ്രഹിക്കുന്നവരാണ്. ആശയവിനിമയം നടത്തുക അഥവാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥലത്ത് നിന്നുള്ള ഇൻഫർമേഷനെ മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പാസ് ചെയ്യുന്നതോ, അതുമല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ 2 വ്യക്തികൾ തമ്മിലാണെങ്കിൽ നമുക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് പരസ്പരം നമ്മുടെ സംസാരത്തിലൂടെ, സ്പീച്ചിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഈ സ്പീച്ചിലൂടെയുള്ള, സംസാരത്തിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആവുന്നത് ഈ വ്യക്തികൾ വളരെ അടുത്തായിരിക്കുമ്പോൾ മാത്രമാണ്. വ്യക്തികൾ തമ്മിലുള്ള അകലം വർദ്ധിക്കും തോറും സൗണ്ട് സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ദുഷ്കരമായി തീരുന്നു. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ആദ്യ കാലഘട്ടങ്ങളിൽ, പണ്ടുകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതികളെന്ന് പറയുന്നത് ചെണ്ടകൾ കൊട്ടിയോ അതല്ലെങ്കിൽ തീ കത്തിച്ചോ, സ്മോക്ക്, പുകയുണ്ടാക്കിയോ, പിന്നെ റണ്ണിങ് മെസ്സഞ്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടിയ ഹോഴ്സ്, പീജിയൻ അല്ലെങ്കിൽ വ്യക്തികൾ തന്നെ, മനുഷ്യരെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നത്. എന്നാൽ ഇലക്ട്രിക്കൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയതോടുകൂടി നമ്മുടെ സിഗ്നലുകളെ ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കി, മെസ്സേജുകളെ ഇലക്ട്രിക്കൽ സിഗ്നലുകളാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചപ്പോൾ മുതൽ ഇലക്ട്രിക്കൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചു. 1838 സാമുവൽ മോഴ്സ് ടെലഗ്രാഫ് കണ്ടുപിടിച്ചതോടുകൂടിയാണ് ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചത്. സൗണ്ട് സിഗ്നലുകളെ അതല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലുകളെ ഇലക്ട്രിക്കൽ സിഗ്നലുകളായി കൺവേർട്ട് ചെയ്ത് വയറുകളുടെ സഹായത്തോടുകൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിരുന്നു ടെലഗ്രാഫ് അഥവാ ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ. സാങ്കേതിക വിദ്യയിലുണ്ടായ നിരന്തര പുരോഗതി നമ്മളെ വയറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷനിൽ നിന്നും വയർലെസ് ആയിട്ടുള്ള മൊബൈൽ കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തിച്ചു. ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഏതൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെയും നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, ട്രാൻസ്മിറ്റർ എന്നും റിസീവർ എന്നും. ഇപ്പോൾ ട്രാൻസ്മിറ്റർ സെക്ഷനിലെ പ്രധാന ഘടകങ്ങൾ നമുക്ക് നോക്കാം. മെസ്സേജുകൾ എല്ലാം ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആയിരിക്കും. ഇലക്ട്രോണിക് സർക്യൂട്ടുകളുടെ സഹായത്തോടു കൂടി അവയെ നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയായ മെസ്സേജിനെ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയായി മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു വോയിസ് സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ സൗണ്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റാൻ നമ്മൾ ആദ്യം ഒരു മൈക്രോഫോൺ ഉപയോഗിക്കുന്നു. മൈക്ക് ഉപയോഗിച്ച്
ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട നമ്മുടെ മെസ്സേജ് സിഗ്നലുകളെ നമ്മളൊരു മോഡുലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നലുകളിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ റേഡിയോ ഫ്രീക്വൻസിയിലേക്ക് ഹൈ ഫ്രീക്വൻസിയിലേക്ക് ആഡ് ചെയ്യപ്പെട്ട മെസ്സേജ് സിഗ്നൽ, അങ്ങനെ മോഡുലേറ്റഡ് സിഗ്നലിനെ ആവശ്യത്തിന് ആംപ്ലിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് അത് ഒരു സ്റ്റേജ് ആയിരിക്കണമെന്നില്ല, ഒന്നിലധികം ആംപ്ലിഫയർ സ്റ്റേജുകളിലൂടെ കടത്തിവിട്ട് അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ച് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന ഉപയോഗിച്ച് വയർലെസ് ആയി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അടുത്തത് റിസീവർ സെക്ഷനാണ്. റിസീവർ സെക്ഷനിൽ നമ്മളൊരു ആൻറ്റിന ഉപയോഗിക്കുന്നുണ്ട്. റിസീവിങ് ആൻറ്റിന ഉപയോഗിച്ച് നമ്മുടെ സിഗ്നലിനെ റിസീവ് ചെയ്യുന്നു. ആ സിഗ്നൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ട്, വളരെ ദൂരം സഞ്ചരിച്ച് എത്തിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത് ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അതിനാവശ്യമായ ആംപ്ലിഫിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ഉപയോഗിച്ച്. അങ്ങനെ ആംപ്ലിഫൈ ചെയ്യപ്പെട്ട സിഗ്നലിനെ നമ്മളൊരു ഡീമോഡുലേറ്റർ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് അതിൻ്റെ കാരിയർ സിഗ്നലിൽ നിന്നും മെസ്സേജ് സിഗ്നലിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയ മെസ്സേജ് സിഗ്നലിനെ വീണ്ടും ഓഡിയോ ആംപ്ലിഫയർ, ഓഡിയോ സിഗ്നലാണ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചു. അതുകൊണ്ട് ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജ് ഉപയോഗിച്ച്, അതിൽ ഒരു സ്റ്റേജ് ആയിരിക്കുകയില്ല, ഒന്നിലധികം ആംപ്ലിഫയർ സ്റ്റേജുകളുണ്ടാവും. വോൾട്ടേജ് ആംപ്ലിഫയറും പവർ ആംപ്ലിഫയറും ഒക്കെ ഉണ്ടാവും. അതുപയോഗിച്ച് ആവശ്യത്തിന് സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചതിന് ശേഷം ലൗഡ് സ്പീക്കറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ആ മെസ്സേജിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലുണ്ടാവുക. ഇനി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് മാറുന്നതിനനുസരിച്ച്, അത് മൊബൈൽ കമ്മ്യൂണിക്കേഷനോ വയർലെസ് കമ്മ്യൂണിക്കേഷനോ വയേർഡ് കമ്മ്യൂണിക്കേഷനോ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, അനലോഗ് കമ്മ്യൂണിക്കേഷൻ എന്നീ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് അതിന് ആവശ്യമായ ചില ഘടകങ്ങൾ കൂടി ഇതിലേക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം. ഏറ്റവും അടിസ്ഥാനപരമായി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ട ഘടകങ്ങളാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഘടകങ്ങളെയും ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ട്രാൻസ്മിറ്ററിൽ പ്രധാനമായും ഉള്ളത് മൈക്രോഫോൺ. മൈക്രോഫോണിൻ്റെ ഉപയോഗം ഒരു നോൺ ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയായ നമ്മുടെ ഓഡിയോ സിഗ്നലുകളെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുക. മോഡുലേറ്റർ നമ്മുടെ ലോ ഫ്രീക്വൻസി മെസ്സേജ് സിഗ്നലിനെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടി ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നലിലേക്ക് ആഡ് ചെയ്യുക. ആംപ്ലിഫയർ ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് ദി മോഡുലേറ്റഡ് സിഗ്നൽ. മോഡുലേറ്റ് ചെയ്ത സിഗ്നലിന് ആൻറ്റിനയിൽ നിന്നും വയർലെസ്സായി ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആംപ്ലിഫയർ സർക്യൂട്ടുകൾ ചെയ്യുന്നത്. ഇനി റിസീവർ സെക്ഷനിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ ആൻറ്റിന ഉപയോഗിച്ച് റിസീവ് ചെയ്തതിന് ശേഷം ആംപ്ലിഫയർ സർക്യൂട്ടാണ്. ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു വന്ന സിഗ്നലിന് ആംപ്ലിറ്റ്യൂഡിൽ കാര്യമായ കുറവുണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമുക്ക് ആ സിഗ്നലിനെ കൈകാര്യം ചെയ്യാൻ പാകത്തിന് ആക്കി തീർക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതിന് ഒന്നോ അതിലധികമോ ആംപ്ലിഫയർ സ്റ്റേജുകൾ ഉപയോഗിച്ച് അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ റിസീവ് ചെയ്തത് എപ്പോഴും ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലായിരിക്കും, റേഡിയോ ഫ്രീക്വൻസി സിഗ്നലായിരിക്കും. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ആയിരിക്കും. അങ്ങനെ പ്രോപ്പർ ആംപ്ലിഫിക്കേഷന് ശേഷം ഡീമോഡുലേറ്റർ സർക്യൂട്ട് ഉപയോഗിക്കുന്നു. ഡീമോഡുലേറ്ററിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്കറിയാം. മോഡുലേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ എന്ത് ചെയ്യുക, ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നലിൽ നിന്നും വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഡീമോഡുലേറ്റർ ചെയ്യുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത മെസ്സേജ് സിഗ്നലിനെ വീണ്ടും ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറുകൾ ഉപയോഗിച്ച്, അതിൽ വോൾട്ടേജ് ആംപ്ലിഫയറുകളുണ്ടാവും, പവർ ആംപ്ലിഫയറുകളുണ്ടാവും, അതിന് ആവശ്യത്തിന് അതിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചതിന് ശേഷം സ്പീക്കറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യും. ഇനി റേഡിയോ വേവ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ റേഡിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, മീഡിയത്തിൻ്റെ സഹായമില്ലാതെ തനിയെ ഫ്രീ സ്പേസിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന സിഗ്നലുകളാണ് റേഡിയോ വേവ്സ് എന്ന് അറിയപ്പെടുന്നത്. റേഡിയോ വേവ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നാണ് അറിയപ്പെടുക. അതായത് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും ഉള്ള സിഗ്നലുകളാണ് റേഡിയോ വേവ്സ് എന്ന് അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള സിഗ്നലുകൾക്ക് മാത്രമേ ഫ്രീ സ്പേസിലൂടെ റേഡിയേറ്റ് ചെയ്യാൻ മീഡിയത്തിൻ്റെ സഹായമില്ലാതെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു റേഡിയോ വേവിനെ ട്രാൻസ്മിറ്റർ ആൻറ്റിനയിൽ നിന്നും ഫ്രീ സ്പേസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ സ്പീഡ് തന്നെയാണ്. അതായത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഈ റേഡിയോ വേവുകൾക്ക് കാര്യമായ വേരിയേഷൻസ് ഒന്നും കൂടാതെ, ആംപ്ലിറ്റ്യൂഡിൽ കാര്യമായ കുറവൊന്നും ഇല്ലാതെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ റേഡിയോ വേവ്സിൻ്റെ ട്രാൻസ്മിഷനെ കുറിച്ച്
ആദ്യം പ്രെഡിക്റ്റ് ചെയ്ത് 1867 സ്കോട്ടിഷ് ഫിസിസ്റ്റായ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആയിരുന്നു. അദ്ദേഹം അതിനെ മാത്തമാറ്റിക്കലായി ഡിഫൈൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഈ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ റേഡിയോ വേവ്സിനെ കുറിച്ചുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻ പ്രൂവ് ചെയ്തത് 1887 ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ഈ റേഡിയോ വേവ്സിനെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾക്കനുസരിച്ച് വിവിധ റേഞ്ചുകളിലായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഫ്രീക്വൻസി ക്ലാസിഫിക്കേഷനാണ് നമ്മളിന്നിവിടെ ഈ ടോപ്പിക്കിൽ കാണാൻ പോകുന്നത്. ഈ ഭാഗത്തു നിന്നും സ്ഥിരമായി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് സാധാരണയായി ചോദിക്കുക. 2 മാർക്കിനോ 3 മാർക്കിനോ ഒരു ചോദ്യം ഉണ്ടാകുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്രീക്വൻസി റേഞ്ചുകളെക്കുറിച്ച്, അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച്, ആ ഓരോ ഫ്രീക്വൻസി റേഞ്ചിൻ്റെയും ഡെസിഗ്നേഷൻ, അതിൻ്റെ പേരുകളെക്കുറിച്ച് നമ്മൾ കൃത്യമായി ഒരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻസിൻ്റെ റേഞ്ച് മാത്രമേ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഫസ്റ്റ് ഫ്രീക്വൻസി ബാൻഡ് 3 to 30 kHz ഫ്രീക്വൻസി റേഞ്ചാണ്. ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഒരു റേഞ്ചിൽ നിന്നും അടുത്ത റേഞ്ചിലേക്ക് പോകുന്നത് അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. ഇപ്പോൾ 3 to 30 kHz 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 to 300 kHz ആയി മാറും അടുത്ത ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു റേഞ്ചിൽ നിന്നും അടുത്ത ഫ്രീക്വൻസി റേഞ്ച് കിട്ടാൻ അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ അത് 3 to 30 kHz, അതിനെ വെരി ലോ ഫ്രീക്വൻസി റേഞ്ച് എന്നാണ് അറിയപ്പെടുക, VLF. അത് ഉപയോഗിക്കുന്നത് സബ്മറൈൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുക. അന്തർവാഹിനികളിലെ ആശയവിനിമയത്തിനായിട്ടാണ് ഈ വെരി ലോ ഫ്രീക്വൻസി റേഞ്ച് ഉപയോഗിക്കുന്നത്. അടുത്ത ഫ്രീക്വൻസി റേഞ്ച് 30 മുതൽ 300 kHz ഫ്രീക്വൻസി വരെയുള്ള റേഞ്ചാണ്. അത് ലോ ഫ്രീക്വൻസി സിഗ്നലുകൾ എന്നാണ് അറിയപ്പെടുക, LF. അത് ഉപയോഗിക്കുന്നത് മറൈൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് പ്രധാനമായും ഉപയോഗിക്കുക. കപ്പലുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി, കപ്പലുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി റേഞ്ചാണ് ലോ ഫ്രീക്വൻസി. അടുത്ത റേഞ്ച് 300 to 3000 kHz, 300 മുതൽ 3000 kHz വരെ മീഡിയം ഫ്രീക്വൻസി എന്ന് അറിയപ്പെടുന്നു. അതിൻ്റെ പ്രൊപ്പഗേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ മൂന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുക. അത് നമ്മൾ അടുത്ത ടോപ്പിക്കുകളിലാണ് റേഡിയോ വേവിൻ്റെ പ്രൊപ്പഗേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. അപ്പോൾ അത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ മീഡിയം ഫ്രീക്വൻസി സിഗ്നലുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് AM ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. അടുത്ത ഫ്രീക്വൻസി റേഞ്ച് 3 മുതൽ 30 വരെ MHz ആണ്. ഈ 3000 kHz എന്ന് പറയുന്നത് 3 MHz തന്നെയാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണത് 3 to 30 MHz എന്ന അടുത്ത ഫ്രീക്വൻസി റേഞ്ച്. അത് ഹൈ ഫ്രീക്വൻസി സിഗ്നലുകൾ എന്നാണ് അറിയപ്പെടുക, HF. അതിൻ്റെ പ്രധാന ഉപയോഗം മിലിറ്ററി കമ്മ്യൂണിക്കേഷനും ടെലഫോൺ, ടെലഗ്രാഫ്, ഫാക്സ് കമ്മ്യൂണിക്കേഷനുമാണ്. അടുത്തത് 30 to 300 MHz റേഞ്ചാണ്. ആ ഫ്രീക്വൻസി ബാൻഡ് അറിയപ്പെടുക വെരി ഹൈ ഫ്രീക്വൻസി എന്നാണ്, VHF എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിൻ്റെ ഉപയോഗം FM ട്രാൻസ്മിഷനാണ്. അപ്പോൾ FM ട്രാൻസ്മിഷൻ ഫ്രീക്വൻസി റേഞ്ച് നമുക്കറിയാം 87 MHz മുതൽ 105 MHz വരെയാണ്. അപ്പോൾ പ്രധാനമായും FM റേഡിയോ ട്രാൻസ്മിഷന് വേണ്ടിയാണ്. അതോടൊപ്പം AM എയർക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയും നമ്മൾ ഈ ഫ്രീക്വൻസി റേഞ്ച് ഉപയോഗിക്കുന്നു. അടുത്തത് 0.3 to 3 GHz റേഞ്ചാണ്. അൾട്രാ ഹൈ ഫ്രീക്വൻസി എന്നാണ് അതറിയപ്പെടുക. അതിൻ്റെ പ്രധാന ഉപയോഗം TV ട്രാൻസ്മിഷനും സെല്ലുലാർ ടെലഫോണുമാണ്. അപ്പോൾ വയർലെസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയും TV ട്രാൻസ്മിഷന് വേണ്ടിയുമാണ് അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഞ്ച് സാധാരണയായി ഉപയോഗിക്കുന്നത്. GPS കമ്മ്യൂണിക്കേഷൻ്റെ ഫ്രീക്വൻസി റേഞ്ചും അൾട്രാ ഹൈ ഫ്രീക്വൻസി തന്നെയാണ്. അടുത്ത ഫ്രീക്വൻസി റേഞ്ച് 3 to 30 GHz ആണ്. അതിനെ സൂപ്പർ ഹൈ ഫ്രീക്വൻസി എന്നാണ് അറിയപ്പെടുന്നത്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും റഡാർ സംവിധാനങ്ങളും ഉപയോഗിക്കുന്ന ഫ്രീക്വൻസി റേഞ്ചാണ് സൂപ്പർ ഹൈ ഫ്രീക്വൻസി അഥവാ 3 to 30 GHz എന്ന് പറയുന്നത്. അടുത്തത് 30 to 300 GHz ഫ്രീക്വൻസി, അതിനെ എക്സ്ട്രീംലി ഹൈ ഫ്രീക്വൻസി എന്ന് അറിയപ്പെടുന്നു. റഡാർ കമ്മ്യൂണിക്കേഷനും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനും എക്സ്പെരിമെൻ്റ് പർപ്പസിനും വേണ്ടിയാണ് ഈ ഫ്രീക്വൻസി സാധാരണയായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഫ്രീക്വൻസി റേഞ്ച്, അതിൻ്റെ പേര്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്നിവ നന്നായി പഠിച്ചു വയ്ക്കുക. അടുത്ത ടോപ്പിക്ക് വേവ് ലെങ്തിനനുസൃതമായി റേഡിയോ
ഫ്രീക്വൻസിയുടെ ക്ലാസിഫിക്കേഷനാണ്. നമുക്കൊരു റേഡിയോ സ്പെക്ട്രത്തെ വേവ് ലെങ്തിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുക: ലോങ് വേവ്, മീഡിയം വേവ് ആൻഡ് ഷോർട്ട് വേവ് ബാൻഡ്. ലോങ് വേവ്സ് ഓർ LW ബാൻഡ്. വേവ് ലെങ്ത് 1000 മീറ്ററിലും കൂടുതൽ ആയിട്ടുള്ള റേഡിയോ വേവ്സിൻ്റെ ബാൻഡിന് പറയുന്ന പേരാണ് ലോങ് വേവ്സ്. അത് ഫ്രീക്വൻസി റേഞ്ചിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ 1000 മീറ്റർ വേവ് ലെങ്ത് എന്ന് പറയുന്നത് ആ സിഗ്നലിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി 300 kHz ആയിരിക്കും. കാരണം ഒരു സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ C=f λ ആണെന്ന് നമുക്കറിയാം. C എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദി ഫ്രീ സ്പേസ്. അത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ലാംഡ = 1000 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി C/λ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 3 × 10⁸ ഡിവൈഡഡ് ബൈ 1000, ദാറ്റ് ഈസ് ഈക്വൽ ടു 300 kHz. വേവ് ലെങ്ത് 1000 മീറ്ററോ അതിൽ കൂടുതലോ ഉള്ള സിഗ്നലുകൾ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയിൽ നമ്മളതിനെ ഡിഫൈൻ ചെയ്യുക ഫ്രീക്വൻസി 300 kHz അതിൽ താഴെയോ. കാരണം ഇവിടെ നമുക്കറിയാം, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്കറിയാം f C/λ എന്ന ഇക്വേഷനിൽ നിന്നും ഫ്രീക്വൻസിയും വേവ് ലെങ്ത് ലാംഡയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം. ഫ്രീക്വൻസി വർദ്ധിക്കും തോറും ലാംഡയുടെ വാല്യൂ കുറയുന്നു, എന്നാൽ ലാംഡയുടെ വാല്യൂ വർദ്ധിക്കുകയാണെങ്കിൽ ഫ്രീക്വൻസിയുടെ വാല്യൂ കുറയും. അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ അതുകൊണ്ട് ലോങ് വേവ്സിൻ്റെ ഡെഫിനിഷൻ വേവ് ലെങ്തിൻ്റെ ടൈംസിലാണെങ്കിൽ വേവ് ലെങ്ത് 1000 മീറ്ററോ അതിൽ കൂടുതലോ ഉള്ള സിഗ്നലുകൾ, ഫ്രീക്വൻസിയുടെ ടൈംസിലാണെങ്കിൽ ഫ്രീക്വൻസി 300 kHz അതിൽ കുറഞ്ഞ ഫ്രീക്വൻസിയോ ഉള്ള സിഗ്നലുകളാണ് ലോങ് വേവ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവായതുകൊണ്ട് ഈ ഫ്രീക്വൻസി കുറഞ്ഞ സിഗ്നലുകളുടെ എനർജി ലെവൽ കുറവായിരിക്കും. അതിന് വയർലെസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഡിസ്റ്റൻസും വളരെ കുറവായിരിക്കും. കാരണം ഇത്തരം സിഗ്നലുകൾ വയർലെസ് ആയിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റന്വേഷൻ റേറ്റ്, സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ പെട്ടെന്ന് കുറഞ്ഞ് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമേ നമുക്ക് ലോങ് വേവ്സ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ഫ്രീക്വൻസി ബാൻഡ് മീഡിയം വേവ് ബാൻഡാണ്, MW എന്നറിയപ്പെടുന്നു. വേവ് ലെങ്ത് 100 മീറ്ററിനും 1000 മീറ്ററിനും ഇടയിൽ വരുന്ന സിഗ്നലുകൾക്ക് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ബാൻഡ് ഓഫ് ഫ്രീക്വൻസിക്ക് പറയുന്ന പേരാണ് മീഡിയം ബാൻഡ് ഓർ മീഡിയം വേവ്സ്. അപ്പോൾ അത് ഫ്രീക്വൻസി ടൈംസിൽ നമ്മളതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഫ്രീക്വൻസി 300 kHz-നും 3000 kHz-നും ഇടയിൽ വരുന്ന സിഗ്നലുകൾക്കാണ് മീഡിയം വേവ് ബാൻഡ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഷോർട്ട് വേവ്സ്. ഷോർട്ട് വേവ്സ് അതിൻ്റെ ആ പേര് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ, പേര് റെപ്രസെൻ്റ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ വേവ് ലെങ്ത് കുറഞ്ഞ സിഗ്നലുകൾ, അതായത് വേവ് ലെങ്ത് 100 മീറ്ററിലും കുറവുള്ള സിഗ്നലുകളാണ് ഷോർട്ട് വേവ്സ് എന്നറിയപ്പെടുക. ഫ്രീക്വൻസി ടൈംസിൽ നമ്മളതിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ റേഡിയോ വേവ്സ് വിത്ത് ഫ്രീക്വൻസീസ് ഗ്രേറ്റർ ദാൻ 3000 kHz, 3000 kHz ഫ്രീക്വൻസിയേക്കാൾ കൂടുതൽ ഫ്രീക്വൻസിയുള്ള സിഗ്നലുകളുടെ ബാൻഡിന് പറയുന്ന പേരാണ് ഷോർട്ട് വേവ് ബാൻഡ്. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി ലെവൽ ലോങ് വേവിനെ അപേക്ഷിച്ചും മീഡിയം വേവിനെ അപേക്ഷിച്ചും വളരെ കൂടുതലായതുകൊണ്ട് ഇതിന് വളരെ ലോങ് ഡിസ്റ്റൻസ് അറ്റന്വേഷനൊന്നുമില്ലാതെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ഷോർട്ട് വേവിന് ഫ്രീക്വൻസി വളരെ കൂടുതലായതുകൊണ്ട് അതിൻ്റെ എനർജി ലെവൽ വളരെ കൂടുതലായിരിക്കും. സിഗ്നൽ ലോസ് കാര്യമായിട്ടൊന്നും ഇല്ലാതെ തന്നെ ഇതിന് ലോങ് വേവിനേക്കാളും മീഡിയം വേവിനേക്കാളും വളരെ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, റേഡിയോ വേവ്സിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസൃതമായ ആപ്ലിക്കേഷൻ അനുസൃതമായ ക്ലാസിഫിക്കേഷൻ, അടുത്തത് റേഡിയോ വേവ്സിൻ്റെ വേവ് ലെങ്തിനെ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.